നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചും ഞാൻ അല്ലാതെ ലീക്കറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഞാൻ ഇതിൻ്റെ ബാക്കി വേർഡ് പ്രോബ്ലംസ്, കുറച്ച് വേർഡ് പ്രോബ്ലംസും കൂടെ ഉണ്ട്, നമുക്കതുകൂടെ ചെയ്യാം. നമുക്ക് തുടങ്ങാം. നമുക്കൊരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ ആൻസർ ഈ ചാപ്റ്റർ അതുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് തീരും. വളരെ ചെറിയ ചാപ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഡൈ ഈസ് ത്രോ. ഡൈ ഈസ് ത്രോ നിങ്ങൾ എഴുതുമ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കണം. എ ഡൈ ഈസ് ത്രോ. സാമ്പിൾ സ്പേസ് എഴുതാമല്ലോ. എസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. നമ്മുടെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. NF കൂടെ വേണം. NF 6 ആറെണ്ണം ഇല്ലേ ഉള്ളത്? NF 6. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് വെച്ചാൽ NF/NF ഓർക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് എ ഡൈ ഈസ് ത്രോ. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുക, NF എഴുതുക. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്. കുറേ ഇവന്റ്സ് നമുക്ക് തന്നേക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്. ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. എ പ്രൈം നമ്പർ വിൽ അപ്പിയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രൈം നമ്പർ വിൽ അപ്പിയർ. അത് വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവന്റ് ഡിഫൈൻ ചെയ്യാം. ഇവന്റ് എ എന്ന് പറഞ്ഞാൽ എ പ്രൈം നമ്പർ. എ പ്രൈം നമ്പർ ഈക്വൽ ടു സെറ്റ് ആയിട്ട് എഴുതാമല്ലോ. സെറ്റ് ആയിട്ട് എഴുതിയാൽ പ്രൈം നമ്പേഴ്സ് നമ്മുടെ സാമ്പിൾ സ്പേസ്, അതാണ് സാമ്പിൾ സ്പേസ് എഴുതണമെന്ന് പറഞ്ഞത്. സാമ്പിൾ സ്പേസ് എഴുതിയാൽ നമുക്ക് ഈ ഇവന്റ്സ് എല്ലാം പെട്ടെന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, പ്രൈം നമ്പർ ഇതിൻ്റെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 പ്രൈം ആണോ? അല്ല. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 2, 3, 5 ഇത് 3 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞാൽ NF എഴുതുക. 3 എണ്ണം. പ്രോബബിലിറ്റി ഓഫ് എ എഴുതുക. NF/NF. അതായത് NF 3/NF 6 1/2. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് NF കിട്ടിയാൽ പ്രോബബിലിറ്റി ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത ഇവന്റ്, ഇത് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ബി എടുക്കാം. ഇവന്റ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ ഇവന്റ്. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതിന് സെറ്റ് ആയിട്ട് എഴുതുക. ഇത് ചെറിയ ഒരെണ്ണം പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണ്. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. 3 3 കൂടുതലോ വരുന്ന നമ്പേഴ്സ് എല്ലാം എഴുതാം. 3 എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വരുമ്പോൾ 3 എഴുതാം, 4 എഴുതാം, 5 എഴുതാം, 6 എഴുതാം. ബി എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. P(B) എന്ന് പറയുമ്പോൾ NF/NF ആണ്. അത് നമുക്ക് 4/6 വരും. 4/6. NF എന്ന് പറഞ്ഞാൽ 4, NF എന്ന് പറഞ്ഞാൽ 6. NF ഒരിക്കലും മാറ്റമില്ല. 4/6 2 വെച്ച് വെട്ടാം. 2/3 വരും. വെട്ടണമെന്നില്ല, അങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ സി എടുക്കുക. എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സെറ്റ് എഴുതിക്കേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ 1 1 കുറവ് വരുന്നുള്ള എല്ലാം എഴുതാം. ഇതിനകത്ത് 1 1 കുറവെന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉള്ളൂ. സെറ്റ് 1 മാത്രം. NC എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, 1. അപ്പം P(S) എന്ന് പറയുന്നത് NC എന്ന് പറയുമ്പോൾ NC/NF. ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോളാം. NC/NF. NF 1, NF 6, NF 6. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ നമ്പർ മോർ ദാൻ 6. മോർ ദാൻ 6. നമ്പർ മോർ ദാൻ 6. മോർ ദാൻ 6. അപ്പൊ നമുക്ക് അവിടെ ഡി എടുക്കാം. എ നമ്പർ മോർ ദാൻ 6. മോർ ദാൻ 6 വരുന്ന നമ്പർ ഏതാ? ഓക്കെ, സാമ്പിൾ സ്പേസിൽ 6ൽ കൂടുതൽ. മോർ ദാൻ കൂടുതൽ വേണം. 6ൽ കൂടുതൽ വരുമ്പോൾ ഏതാ? ഉണ്ടോ? 5. ഒന്നുമില്ല. NF/D എത്ര വരും? ഇതിനകത്ത് വല്ല എലമെന്റ്സ് ഉണ്ടോ? ഇല്ല, 0 വരും. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഡി വരുമ്പോൾ 0/, വരും. P(D) എന്ന് പറയുമ്പോൾ 0 വരും. എന്തായാലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ NF/Dയുടെ ആവശ്യമില്ല. അപ്പോൾ D = 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ therefore P(D) എന്ന് പറയുന്നത് 0 ആണ്. 5യുടെ പ്രോബബിലിറ്റി 0 നമ്മൾ അല്ലാതെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് 0 വരും.
ഇനി അടുത്തത് എ നമ്പർ ലെസ് ദാൻ 6. എ നമ്പർ ലെസ് ദാൻ 6. നമ്പർ ലെസ് ദാൻ 6. അപ്പം ഇ അല്ലേ ഇനി ഇ എന്ന് പറഞ്ഞാൽ എ നമ്പർ ലെസ് ദാൻ 6. 6ൽ കുറവാ. സെറ്റായിട്ട് എഴുതാൻ 6ൽ കുറവ്. 6 എടുക്കാൻ പാടില്ല. അത് കുറവ് വരുന്ന എല്ലാം എഴുതാം. അപ്പം 1 2 3 4 5 ഇത്ര എഴുതാം. അപ്പം പി ഓഫ് ഇ എഴുതാം. എൻ ഓഫ് ഇ എഴുതാം. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ഇ എന്ന് വെച്ചാൽ 5 ബൈ എൻ ഓഫ് എസ് 6. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഇവന്റ് എഴുതുക. ഇവന്റ് എഴുതിയിട്ട് അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, ഔട്ട്കംസ് എത്ര ഉണ്ടോ നോക്കുക. എൻ ഓഫ് പി ഓഫ് എ ആണ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. അപ്പോൾ നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ നോക്കുക. പിന്നെ കാർഡോ ബോള് അതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ഡയറിന്നോ കോയിൻ ടോസ് ചെയ്യുന്നു അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതി വേണം ചെയ്യാൻ. നമുക്ക് ഇനി നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമേ. കോയിൻ ടോസ് ചെയ്യുന്നത് അതേ ക്വസ്റ്റ്യൻ 3 coins are tossed. Find the probability of getting ഒരു 9 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് 3 heads, പിന്നെ 2 heads, at least 2 heads, at most 2 heads. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് 3 coins are tossed. 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ പറയുന്നതിൻ്റെ ഒക്കെ പ്രോബിലിറ്റി കാണാം. അപ്പോൾ നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതിയില്ല ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 3 coins are tossed. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ 3 കോയിനാ, 3 ഹെഡ് വരാം, എച്ച് എച്ച് എച്ച്. പിന്നെ 2 ഹെഡും ഒരു ടീം വരാം. 8 എണ്ണം ഉണ്ട് ആകെ. എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാ സാമ്പിൾ സ്പേസ് എഴുതിയപ്പോൾ. അപ്പോൾ 3 ഹെഡായി, 2 ഹെഡായി, ഇനി ഒരു ഹെഡ്, ഒരു ഹെഡും 2 ടീമും. എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്. ഇനി 3ഉം ചെയ്ത് ഹെഡില്ലാതെ വരും. ടി ടി ടി. എത്ര എണ്ണം ഉണ്ട്? ഇത് 8 എണ്ണം ഉണ്ട്. എൻ ഓഫ് എസ് എന്ന് വെച്ചാൽ 8. ഇനി നമുക്ക് ഒരു 9 കേസ് ഉണ്ടെന്ന് പറഞ്ഞാലോ അതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 heads. 3 heads. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് എഴുതാം. എ എന്ന് പറഞ്ഞ ഇവന്റ് 3 heads. അത് സെറ്റായിട്ട് എഴുതാം. എ എന്ന് പറഞ്ഞ 3 heads ആണ്. അതിനെ സെറ്റായിട്ട് എഴുതുക. ഒന്നാമത്തെ കേസിൽ 3 heads ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എ എടുത്തു. 3 headsനെ എ എടുത്തു. 3 heads നിങ്ങൾ ഇത് നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. 3 ഹെഡ് ഉള്ളത് ഇത് ഓരോന്നും ഇത് മാത്രമേ ഉള്ളൂ. എച്ച് 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 മാത്രമേ ഉള്ളൂ. അപ്പം എൻ ഓഫ് എ എഴുതാം. എൻ ഓഫ് എ എന്ന് വെച്ചാൽ ഓൺലി 1, ഒരെണ്ണേ ഉള്ളൂ. എച്ച് 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 മാത്രമേ ഉള്ളൂ, ഒറ്റ ഒപ്പേ ഉള്ളൂ. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. അത് എൻ ഓഫ് എ 1, എൻ ഓഫ് എസ് 8, 1/8 കിട്ടും. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 2 heads ആണ്. 2 heads അത് എക്സാക്ട്ലി 2 heads നോ 2 heads നോ ഒക്കെ ചോദിക്കാം. 2 heads എന്ന് ചോദിച്ചാലും എക്സാക്ട്ലി 2 heads എന്ന് ചോദിച്ചാലും ഒക്കെ ഒന്ന് തന്നെയാണ്. എക്സാക്ട്ലി വെച്ചാൽ കൃത്യമായിട്ട് 2 ഹെഡേ വരാവുള്ളൂ. 2ൽ കൂടുതലോ കുറയാനോ പാടില്ല. അപ്പോൾ എക്സാക്ട്ലി 2 heads ആണ്. അപ്പോൾ അതിനെ നമുക്ക് ബി എന്ന് എടുക്കാം, 2 heads എന്ന് കൊടുക്കാം. 2 heads. ഇനി നിങ്ങൾ നോക്കുക സാമ്പിൾ സ്പേസ് നോക്കിയാൽ 2 ഹെഡ് ഉള്ളതെല്ലാം എഴുതുക. 2 ഹെഡ് മാത്രം വരുന്ന ഔട്ട്കംസ് മാത്രം. അപ്പോൾ 2 ഹെഡ് വരുമ്പോൾ എച്ച് എച്ചിൽ 2 ഹെഡേ ഉള്ളൂ. ഈ 3 എണ്ണത്തിലാണ് 2 ഹെഡ് വരുന്നത്. 2 ഹെഡ് ഒരു ടൈൽ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ 3ാമത്തെ ടൈൽ വരണം. അപ്പം അത് ഫുള്ള് എഴുതുക. എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. ഇത്രയും നോക്കുക. എൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ ഈ 3 എണ്ണം ഉണ്ട്. പി ഓഫ് ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് ബി 3 ബൈ എൻ ഓഫ് എസ് 8. അങ്ങനെ എഴുതും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ്ലീസ്റ്റ് 2 heads. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 heads ആണ്. അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 heads മീൻസ് മിനിമം 2 heads. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം. അത് ഓർത്തിരിക്കണം. മിനിമം 2 heads. കുറഞ്ഞത് 2 head. അപ്പൊ 2 head ആവാം. ഏറ്റവും കുറഞ്ഞത് 2 head. 2ഓ 2ൽ കൂടുതലോ വരാം. അതായത് 2 heads മീൻസ് ദാറ്റ് ഈസ് 2 heads വരാം. കുറഞ്ഞത് 2 head വരണം. 2 head വരാം, 3 head വരാം, 3 head വരാം. ഇനി ഇതിനകത്ത് 3ൽ കൂടുതലല്ല 4 head 5 head ഒക്കെ വരാം. എന്താണെങ്കിലും ഇവിടെ 3 head വരെയേ ഉള്ളൂ. അതിൽ എത്ര എഴുതരുത്? അറ്റ്ലീസ്റ്റ് 2 heads മീൻസ് മിനിമം 2 heads. എന്ന് വെച്ചാൽ 2 heads ആവാം,
3 ഹെഡ്സ് ആവാം. 3 വരെ ഇവിടെ ഉള്ളൂ, അവൈലബിൾ ആയിട്ട് 3 വരെ ഉള്ളൂ. അതുകൊണ്ടാണ് 3. കൂടുതലുണ്ടെങ്കിൽ 4 കോയിൻ ടോസിന്റെ 4 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് വെച്ചാൽ മിനിമം. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം. അറ്റ്മോസ്റ്റ് ആണ് മാക്സിമം. അത് ഓർക്കണം. അറ്റ്ലീസ്റ്റ് ചോദിച്ചാൽ മിനിമം 2 ഹെഡ്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് സി എന്ന് പറഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ സി അല്ലേ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ 2 ഹെഡ്സ് എഴുതണം, 3 ഹെഡ്സ് എഴുതണം. ആദ്യം നമുക്ക് 2 ഹെഡ്സ് ആ ഓർഡറിൽ തന്നെ പോട്ടെ. 2 ഹെഡ്സ് ഉള്ളതെല്ലാം എഴുതാം. 2 ഹെഡ്സ് ഉള്ളത് പറയുമ്പോൾ HHT എഴുതാം, HTH എഴുതാം, THH എഴുതാം. 2 ഹെഡിന്റെ എഴുതി. ഈ 3 ഹെഡ്സ് എഴുതാം. 2 ഹെഡ്സ് എഴുതാം, 3 ഹെഡ്സ് എഴുതാം. 3 ഹെഡ്സ് പറയുമ്പോൾ ആദ്യമുള്ള HHH. ഇത് മനസ്സിലാക്കിയോണേ. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം. അറ്റ്ലീസ്റ്റ് 2 മീൻസ് മിനിമം 2. കുറഞ്ഞത് 2 ആവാം, 3 ആകാം, 4 ഉണ്ടെങ്കിൽ 4 ആവാം. ഇവിടെ നമുക്ക് 3 വരെ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി POC NOC എന്ന് പറയുമ്പോൾ എത്ര വരും? NOC 4 എണ്ണമുള്ളത്. അപ്പം POC എന്ന് പറയുന്ന NOC/NOS 4/8. സിംപ്ലിഫൈ ചെയ്ത് വേണേൽ 1/2 എഴുതാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് വരുമ്പോൾ. ഇനി അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് മീൻസ് നാലാമത്തേതാണ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സിന്റെ മീനിങ് എന്നാ? അറ്റ്മോസ്റ്റ് മീൻസ് മാക്സിമം, ഏറ്റവും കൂടിയത് 2. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് മീൻസ് മാക്സിമം 2 ഹെഡ്സ്, ഏറ്റവും കൂടിയത് 2 ഹെഡ്. അപ്പോൾ അവിടെ വരാവുന്നത് മാക്സിമം 2 ഹെഡ്സ് വരെ. മാക്സിമം 2 തൊട്ട് പുറകിലോട്ടുള്ളതെല്ലാം എടുക്കാം. മാക്സിമം അല്ലേ 2 കൂടരുത്. 2 തൊട്ട് പുറകിലോട്ടുള്ളതെല്ലാം എടുക്കാം. അപ്പം 2 ഹെഡ്സ് ആവാം, ദാറ്റ് ഈസ് 2 ഹെഡ്സ് ആവാം, 1 ഹെഡ് ആവാം. പലരും പറയത്തില്ല 0 ഹെഡ്. 0 ഹെഡിന്റെ കാര്യം ആരും പറയല. 2 1 പറയും. മാക്സിമം 2 എടുക്കാം, 1 എടുക്കാം. ഹെഡില്ലാത്തതും എടുക്കാമല്ലോ. 0 ഹെഡും എടുക്കാം. 2 1 0 വരെ എടുക്കാം. ഹെഡില്ലാത്തതും ഉണ്ടല്ലോ ഇവിടെ, അതും എടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഡി അല്ലായിരുന്നു. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് ആണ് ഡി. എഴുതുക. 2 ഹെഡ്സ് എല്ലാം എഴുതുക. 2 ഹെഡ്സ് പറയുമ്പോൾ HHT, HTH, THH. 2 ഹെഡ്സ് എഴുതി. 1 ഹെഡ് എഴുതാം. HTT, THT, TTH. ഇനി 0 ഹെഡ്. 0 ഹെഡ് എന്ന് വെച്ചാൽ ഹെഡ് ഇല്ലാത്തത്, T മാത്രമുള്ള TTT. ഇത് പലരും കിട്ടുമോ, TTT പലരും കിട്ടുമോ ശ്രദ്ധിച്ചോണം. ഇത്രയും വരാം. അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 1 0 കൂടെ എടുത്തോണം. ഇപ്പൊ NOD എന്ന് പറയുന്നത് ഇത് 7 എണ്ണമുണ്ട്. POD എന്ന് പറയുന്നത് NOD/NOS 7/8. ഓക്കെ. ഇനി നോ ഹെഡ്. T of no head. അഞ്ചാമത്തേത് നോ ഹെഡ് ആണ്. അഞ്ചാമത്തേത് ഇപ്പൊ നമ്മൾ D വരെ എഴുതി. അഞ്ചാമത്തേത് E ആണ്. നോ ഹെഡ്. നോ ഹെഡ് എന്ന് പറയുമ്പോൾ സെറ്റ് ആയിട്ട് ഹെഡ് ഇല്ലാത്തത് TTT മാത്രമേ ഉള്ളൂ. TTT മാത്രം. ഇപ്പൊ N of E എന്ന് പറയുന്ന ഒരെണ്ണേ ഉള്ളൂ, 1. P of E എന്ന് പറയുമ്പോൾ 1/8. N of E/NOS 1/8. ഓക്കെ. നോ ഹെഡായി. ഇനി 3 tails. F. ആറാമത്തേത് F. 3 tails. അതന്നെയല്ലേ ഇപ്പൊ എഴുതിയത്. TTT. 3 tailsനും TTT മാത്രം. അത് പ്രത്യേകിച്ച് നമ്മൾ എഴുതാനൊന്നും പോകണ്ട. P of F എന്ന് പറയുന്നത് നമ്മളിപ്പോ TTTയുടെ പ്രോബബിലിറ്റി കണ്ടതല്ലേ, 1/8. പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ. N of F അല്ലെ നിങ്ങൾ എഴുതിക്കണം. N of F 1, T of F 1/8. പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. ഇനി exactly 2 tails. F കഴിഞ്ഞ് G അല്ലേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ exactly 2 tails. അപ്പൊ അത് നമുക്ക് G അല്ലേ. G is equal to exactly 2 tails. കൃത്യമായിട്ടും 2 tails. എക്സാക്ട്ലി എന്ന് വെറുതെ 2 tails എന്നൊക്കെ പറഞ്ഞാൽ സെയിമാ. ഞാൻ പറഞ്ഞത് 2 tail മാത്രം വരുന്നില്ല. 2 tail മാത്രം ഉള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ 2 tail ഇല്ല, ഇതിലൊന്നും 2 tail ഇല്ല. ഈ 3 എണ്ണത്തിലാണ് 2 tail ഉള്ളത്. അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് എഴുതാം HTT, THT, TTH. ഇതാണ് 2 tails.
അപ്പം എൻ ഓഫ് ജി എന്ന് പറയുന്നത് 3 വരും. പി ഓഫ് ജി എന്ന് പറയുന്നത് എൻ ഓഫ് ജി ബൈ എൻ ഓഫ് എസ് 3/8 ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് നോട്ട് എ. നോട്ട് എയിൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. നോട്ട് എയിൽ വെച്ച് എച്ച് 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 മാത്രം, എച്ച് 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 മാത്രം. നോട്ട് എയിൽ ടെയിലില്ലാത്തത് എച്ച് എച്ച് എച്ച്, അത് മാത്രം. 1/8 ഒരെണ്ണേ ഉള്ളൂ, 1/8. വേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അറ്റ്മോസ്റ്റ് 2 ടൈൽസ്. അറ്റ്മോസ്റ്റ് 2 ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്മോസ്റ്റ് 2 ടൈൽസ്, മാക്സിമം 2 ടൈല്. മാക്സിമം 2 ടൈൽസ്. അറ്റ്മോസ്റ്റ് 2 മീൻസ് മാക്സിമം 2 ടൈൽസ്. മാക്സിമം 2 ടൈല്. അതായത് 2 ടൈൽസ് ആവാം, 1 ടൈൽ ആവാം, 0 ടൈൽസ് ആവാം. 2 ടൈൽസ് മാക്സിമം 2 തൊട്ട് പുറകിലോട്ട്. 2 ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈൽ ഉള്ളത്. എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്. ഇനി 1 ടൈൽ എന്ന് പറയുമ്പോൾ ഒരു ടൈൽ, ഓട്ടോമാറ്റിക്കലി 2 ഹെഡ്. എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. ഇനി 0 ടൈൽ. 0 ടൈൽ സ്കെയിൽ ഇല്ലാതെ ഫുള്ള് ഹെഡ്, എച്ച് എച്ച് എച്ച്. ഇതിലെത്രയാണ് നോക്കുക? 7 എണ്ണം ഉണ്ട്. അതിലെ പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ 7/8. അങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ശരിക്കും പഠിക്കുക. ഓക്കെ, നമ്മുടെ കാർഡിന്റെ ക്വസ്റ്റ്യൻ. കാർഡിന്റെ ക്വസ്റ്റ്യൻ 4 cards are drawn at random from 52 cards. 4 cards are drawn from a deck of 52 cards. Deck of 52 no, pack of 52 no, അല്ല, from 52 cards ഒക്കെ പറയാം. From 52 cards. നമ്മൾ 4 കാർഡ്, 52 കാർഡിൽ നിന്ന് 4 കാർഡ് എടുക്കാൻ പോവാം. 4 cards are drawn from 52 cards. Find the probability of getting 1 by 1 ആയിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 ace cards. 3 ace cards. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 red cards. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 spade card. നാലാമത്തെ ക്വസ്റ്റ്യൻ 4 face cards. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. 1 king card. ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. 4 cards are drawn from a pack of 52 cards. Find the probability of getting 3 ace cards. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 2 red cards. പിന്നെ 1 spade cards. പിന്നെ 4 face cards. 1 king card. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് എടുത്താൽ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്. അപ്പോൾ എൻ ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കണം. എല്ലാത്തിനും എൻ ഓഫ് എസ് വേണം. ടോട്ടൽ എൻ ഓഫ് എസിന്റെ കണ്ടീഷൻ ഒന്നുമില്ല. ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? 4 cards are drawn from 52 cards. 4 cards are drawn from 52 cards. ഇത് നമുക്ക് എന്താണെങ്കിലും സാമ്പിൾ സ്പേസ് എഴുതാനൊന്നും പറ്റത്തില്ല. പല പല കോമ്പിനേഷൻ അതൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. നമുക്ക് എണ്ണം കിട്ടിയാൽ മതി. എഴുതാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് എണ്ണം കിട്ടിയാൽ മതി, എൻ ഓഫ് എസ് കിട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ കേസ് ആയത് 52 കാർഡ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് 52 കാർഡ് ഇട്ടേക്കണം. അതിൽ നിന്ന് 4 എണ്ണം നമ്മൾ എടുക്കുക. അതിൻ്റെ നമ്പർ ഓഫ് കേസസ് എത്രയുണ്ടെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, ടോട്ടൽ നമ്പർ ഓഫ് കേസസ് കോമ എൻ ഓഫ് എസ്. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 52ൽ നിന്ന് 4 കാർഡ് എടുക്കുന്നു. ഓർക്കുന്നുണ്ടോ? 52 കാർഡിൽ നിന്ന് നമ്മൾ 4 എണ്ണം എടുക്കുന്നു. എത്ര കേസസ് വരും? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓർക്കുന്നുണ്ടോ? എൻ ഓഫ് എസ് ഈക്വൽ ടു 52ൽ നിന്ന് 4 എണ്ണം. കാർഡിന്റെ ക്വസ്റ്റ്യൻസ് ഒത്തിരി നമ്മൾ ചെയ്താൽ 52ൽ നിന്ന് 4 എണ്ണം എടുക്കുന്നു എന്ന് പറയുമ്പോൾ 52 കോമ്പിനേഷൻ വരും. 52C4. 52 കാർഡിൽ നിന്ന് 4 എണ്ണം എടുക്കുന്നു. അത് നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പോകട്ടെ. 52C4 52 51 സമയം സൗകര്യം ഉള്ളവർ കണ്ടുപിടിച്ചോ, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. 52C4. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എൻ ഓഫ് എസ്. എപ്പോഴും നമ്മൾ എൻ ഓഫ് എസ് എഴുതണം നിർബന്ധമില്ല. പിന്നെ ഈ കോയിനും ഡയ്യും ഒക്കെ വരുമ്പം നിങ്ങൾ എഴുതിക്കോണം. അത് എഴുതിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇവന്റ് ഒക്കെ എഴുതാൻ എളുപ്പമുണ്ട്. ഇവിടെ നമ്മളെ കൊണ്ട് ഇവന്റ് എഴുതാനോ സാമ്പിൾ സ്പേസ് എഴുതാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എണ്ണം കിട്ടിയാൽ മതി, നമ്പർ കിട്ടിയാൽ മതി. ടോട്ടലായിട്ട് 52 കാർഡുണ്ട്, അതിൽ 4 എണ്ണം എടുക്കുന്നു. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 52C4. ഇതാണ് എൻ ഓഫ് എസ്. നമുക്ക് അത് ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ്. ഇനി ഒന്നാമത്തെ കേസ് എ ഈക്വൽ ടു 3 ace cards. ഇവന്റ് തന്നെ എഴുതി 3 ace cards കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇവന്റ് ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്തു. എ ഈക്വൽ ടു 3 ace cards. ഇവിടെ നമ്മൾ സെറ്റ് ആയിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല.
3 ഏസ് കാർഡ് കിട്ടണം എന്ന് വെച്ചാൽ മീനിങ് എന്നാ? 3 ഏസ് കാർഡ്സ് മീൻസ് നമ്മൾ വിശദമായിട്ട് നമ്മൾ കോമ്പിനേഷനകത്ത് പഠിച്ച 3 ഏസ് കാർഡ്സ് മീൻസ് ഇതിന്റെ മീനിങ് നമ്മൾ എടുക്കുന്ന ടോട്ടലായിട്ട് എത്ര കാർഡ് എടുക്കുന്നുണ്ട്? ടോട്ടലായിട്ട് 4 എടുക്കുന്നുണ്ട്. 4 ഫുള്ള് പറയണം. ആ 4 എണ്ണത്തിന് 3 ഏസ് കാർഡേ വരെ 3 ഏസ് കാർഡ് മസ്റ്റായിട്ട് വരണം. ഓട്ടോമാറ്റിക്കലി ബാക്കി ഒരെണ്ണം എന്തായിരിക്കണം? മറ്റു കാർഡുകളായിരിക്കണം. അപ്പം 3 ഏസ് കാർഡ്സ് മീൻസ് 3 ഏസ് ഫ്രം 4 ഏസ് ആൻഡ് 1 അതർ കാർഡ് ഫ്രം അതർ കാർഡ് എത്രയുണ്ട്? 4 ഏസ് കാർഡ് അവിടെ ഓർക്കുന്നുണ്ടല്ലോ. 4 ഏസ് 3 എടുക്കാം. 3 കാർഡ്സ് ഫ്രം 4 ഏസ് കാർഡ്സ് അല്ല 3 ഏസ് കാർഡ്സ് ഫ്രം 4 ഏസ് കാർഡ്സ് ആൻഡ് 3 ഇപ്പം എടുത്തിട്ടുള്ളൂ. 1 അതർ കാർഡ് ഫ്രം റിമൈനിങ് 4 ഏസ് കാർഡ് ഒന്നും റിമൈനിങ് എത്ര കാർഡുണ്ട്? 48 അതർ കാർഡ്സ്. നമുക്ക് 3 ഏസ് കാർഡ് കിട്ടണം എന്നാണ് പറഞ്ഞിരുന്നത്. 3 ഏസ് കാർഡ് കിട്ടണമെങ്കിൽ 4 ഏസ് കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കണം. അപ്പോൾ 3 ഏസ് കാർഡ് കിട്ടും. പിന്നെ ഒരെണ്ണം കൂടി എടുക്കാനുണ്ട്. ആൻഡ് 1 അതർ കാർഡ് ഫ്രം റിമൈനിങ് 48 കാർഡ്. റിമൈനിങ് കിട്ടുന്നതിലും കുഴപ്പമില്ല. 1 അതർ കാർഡ് ഫ്രം 48 അതർ കാർഡ്സ്. അപ്പൊ ടോട്ടലായിട്ട് 4 ഏസ് കാർഡും 48 അതർ കാർഡ്സും ഉണ്ട്. ഈ 4 ഏസ് കാർഡിൽ നിന്ന് 3 ഏസ് കാർഡ് എടുക്കണം. പിന്നെ മിച്ചമുള്ള ഒരെണ്ണം 48 ഏസ് അതർ കാർഡ്സിൽ നിന്ന് എടുക്കണം. അപ്പൊ നമുക്ക് N of A എഴുതാം. N of A ഓർക്കുന്നുണ്ടല്ലോ. 3 ഏസ് ഫ്രം 4 4 ഏസ് കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. 4 ഏസ് കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കുന്നു. 4ൽ നിന്ന് 3 4C3 ആൻഡ് വരുമ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇൻറ്റു 1 അതർ കാർഡ് ഫ്രം 48 അതർ കാർഡ് 48ൽ നിന്ന് 1 48 C1. ഇതാണ് N of A. P of A എഴുതാം. ഇത് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. P of A = N of A by N of S ആണ്. അപ്പോൾ 4C3 ഇൻറ്റു 48 C1 by N of S നമ്മൾ എഴുതി 52 C4. ഇത്ര എഴുതിയാൽ മതി. ഇത് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നമുക്ക് 3 ഏസ് കാർഡ് കിട്ടണം. 3 ഏസ് കാർഡ് കിട്ടണമെങ്കിൽ 4 ഏസ് കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കണം. അപ്പം 3 എണ്ണമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ എടുക്കാനുണ്ട്. അത് ബാക്കിയുള്ള 48 കാർഡിൽ നിന്ന് എടുക്കണം. 4 ഏസ് കാർഡിൽ നിന്ന് 3 എണ്ണം എടുക്കുമ്പോൾ 4C3 ആൻഡ് വരുമ്പോൾ ഇൻറ്റു 48 അതർ കാർഡിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത് 48 C1 അങ്ങനെ കിട്ടും അല്ലേ? ഞാനൊന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് പ്രോബബിലിറ്റിയുടെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 റെഡ് കാർഡ്സ്. അപ്പം B 2 റെഡ് കാർഡ്സ്. 2 റെഡ് കാർഡ്സ് കിട്ടണമെങ്കിൽ അതെങ്ങനെ വരണം? 2 റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 4 എണ്ണം എടുക്കുക. 4 കാർഡ് എപ്പോഴും എടുക്കുക. 4 കാർഡ് എടുത്താലേ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. 2 റെഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 ബ്ലാക്ക് വേണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്? 2 റെഡ് കാർഡ് മീൻസ് 2 റെഡ് കാർഡ് മീൻസ് 2 റെഡ് ഫ്രം 26 റെഡ് ആൻഡ് 2 എണ്ണേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി 2 എണ്ണം കൂടെ എടുക്കാനുണ്ട്. 2 ബ്ലാക്ക്, റെഡ് അല്ലാത്തൊക്കെ ബ്ലാക്കാണ്. ബ്ലാക്ക് ഫ്രം 26 ബ്ലാക്ക് കാർഡ്സ്. 2 നമുക്ക് എപ്പോഴും 4 എണ്ണം എടുക്കണം. 4 കാർഡ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെരിമെന്റ് അതാ. 2 റെഡ് കാർഡ് എന്ന് വെച്ചാൽ 2 റെഡ് ബാക്കിയുള്ള 2 എണ്ണം ബ്ലാക്കും പറഞ്ഞു. അപ്പോൾ നമുക്ക് N of B എഴുതാം. N of B 26 റെഡിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. 26 റെഡിൽ നിന്ന് 2 എണ്ണം എടുക്കുമ്പോൾ 26 C2 ഇൻറ്റു പിന്നെ 26 ബ്ലാക്കിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു 26 C2 26 C2 ഇൻറ്റു 26 C2. അപ്പം P of B എഴുതാം. P of B എന്ന് പറഞ്ഞാൽ 26 C2 ഇൻറ്റു 26 C2 N of B by N of S. N of S എന്ന് പറഞ്ഞാൽ 52 C4. ഓക്കെ, അപ്പോൾ അത് തീർന്നു. ഇനി 1 സ്പേഡ് കാർഡ് C മൂന്നാമത്തെ നോക്കാം. 1 സ്പേഡ് കാർഡ് മൂന്നാമത്തെ C ആണ്. 1 സ്പേഡ് കാർഡ് 1 സ്പേഡ് കാർഡ് എന്ന് വെച്ചാൽ എത്ര സ്പേഡ് കാർഡ് ടോട്ടൽ ഉണ്ട്? ടോട്ടൽ 13 സ്പേഡ് ഉണ്ട്. ഒരു സ്പേഡ് കാർഡ് എന്ന് വെച്ചാൽ മീനിങ് എന്നാ? നമ്മളിപ്പോൾ 4 എണ്ണമാണല്ലോ എടുക്കുന്നത്. ഒരു സ്പേഡും ബാക്കി 3 എണ്ണം സ്പേഡ് അല്ലാത്തതുമാണ്. ശ്രദ്ധിച്ചോ, ഒരു സ്പേഡും 3 അതർ കാർഡ്സും. അപ്പം 1 സ്പേഡ് കാർഡ് മീൻസ് 1 സ്പേഡ് ആൻഡ് 3 അതർ കാർഡ്സ്. അപ്പം 1 സ്പേഡ് മീൻസ് 1 സ്പേഡ് ഫ്രം 13 സ്പേഡ്സ്. 13 സ്പേഡ് ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ആൻഡ് ബാക്കി 3 എണ്ണം കൂടെ ഉണ്ട് 33 അതർ
കാർഡ്സ് ഫ്രം ബാക്കി എത്രയുണ്ട് 13 സ്പേഡ് അല്ലാത്ത ബാക്കി 39 ഉണ്ട്. സ്പേഡ് അല്ലാത്ത ഡയമണ്ട്, ക്ലബ്, ഹെർട്ട് എല്ലാം 13 ഇതാ. 13 × 3 39 ഉണ്ട്. 39 അതർ കാർഡ്സ്. അപ്പൊ നമുക്ക് NOC എഴുതാം. NOC എന്ന് പറയുമ്പോൾ 1 സ്പേഡ് ഫ്രം 13. 13 സ്പേഡിൽ നിന്ന് ഒരെണ്ണം 13 C1 ആൻഡ് വരുമ്പോൾ ഇൻറ്റു 3 അതർ ഫ്രം 39 അതർ. 39 നിന്ന് 3. അപ്പൊ POC എഴുതാം. 13 C1 ഇൻറ്റു 39 C3 ബൈ NOC ബൈ NOS. NOS എപ്പോഴും 52 C4. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് 4 ഫേസ് കാർഡ്സ്. 4 ഫേസ് കാർഡ്സ്. അപ്പോൾ ഇവിടെ 4ന്റെ കാര്യം ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതറിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ഫേസ് മാത്രമേ എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. D എന്ന് പറയുന്ന 4 ഫേസ് കാർഡ്സ്. 4 ഫേസ് കാർഡ്സ് എത്രയാണ് ഉള്ളത്? കിങ്, ക്യൂന്, ജെക്ക്. KQJ ഇൻറ്റു 3 വരുമ്പോൾ ഇൻറ്റു 4 വരുമ്പോൾ 12 ഫേസ് കാർഡ്സ്. അതായത് 4 ഫേസ് കാർഡ്സ് ഫ്രം 12 ഫേസ് കാർഡ്സ്. നമ്മൾ എടുക്കുന്ന 4 ഈ 12 ഫേസ് കാർഡിൽ നിന്ന് വരണം. അപ്പൊ NOD പെട്ടെന്ന് എഴുതാം. NOD 12 ഫേസ് കാർഡിൽ നിന്ന് 4 കൊടുക്കുന്നു. 12ൽ നിന്ന് 4 കൊടുക്കുന്നു. 12 C4. അപ്പം POD എഴുതാം. POD എന്ന് പറയുന്നത് NOD ബൈ NFS 12 C4 ബൈ 52 C4. ഓക്കെ. അടുത്ത 1 കിങ് കാർഡ്. 1 കിങ് കാർഡ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ലേ, ഒത്തിരി എണ്ണമില്ലേ. 1 കിങ് കാർഡ് എന്ന് വെച്ചാൽ 1 കിങ് പ്ലസ് 3 അതർ. 1 കിങ് കാർഡ് എന്ന് വെച്ചാൽ അതിന് നമുക്ക് ABCDE ആണ്. NOE എഴുതാം. 1 കിങ് കാർഡ് പ്ലസ് 3 അതർ. ഒരു കിങ് കാർഡ് കിട്ടണമെങ്കിൽ എത്ര കിങ് ഉണ്ട് ടോട്ടല്? 4 കിങ് ഉണ്ട്. 4 കിങ്ങിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 4 കിങ്ങിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. അപ്പൊ 4C1. 4ൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 4C1 ആൻഡ് 3 അതർ വരണം. അപ്പൊ 4 കിങ്ങിനെ ഒഴിവാക്കിയാൽ അതർ എത്രയുണ്ട്? 48. 48 അതറിൽ നിന്ന് 3 എണ്ണം എടുക്കണം. അപ്പൊ 48C3. അപ്പം POE വരുമ്പോഴത്തേക്കും NOE ബൈ NFS. NOE എന്ന് പറഞ്ഞാൽ 4C1 ഇൻറ്റു 48C3 ബൈ NFS എന്ന് പറഞ്ഞാൽ 52C4. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കെല്ലാം ക്വസ്റ്റ്യൻസായി. നിങ്ങളത് ശരിക്കും ചെയ്ത് പഠിക്കുക. എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി ആ ചാപ്റ്റർ തീർന്നു. ഓക്കെ. താങ്ക് യു.